ബംഗളൂരുവിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ട മുരഹര ട്രാവൽസ് ബസ് തമിഴ്നാട്ടിലെ ഹുസൂറിൽ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി പിടിച്ചിട്ടതിനെ തുടർന്ന് ദുരിതത്തിലായി യാത്രക്കാർ. ബുധനാഴ്ച രാത്രി 8:15 ബസ് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടത്. രാത്രി 10 മണിയോടെ ഹുസൂറിൽ എത്തിയപ്പോഴായിരുന്നു പരിശോധനയുടെ ഭാഗമായി തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് കസ്റ്റഡിയിലെടുത്തത്. ബസ് കസ്റ്റഡിയിലാണെന്നും ബസ്സിൽ യാത്ര തുടരാനാകില്ലെന്നും ഉദ്യോഗസ്ഥർ യാത്രക്കാരെ അറിയിച്ചു. ആദ്യം ഈ ബസ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ പെർമിറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ മൈസൂർ വഴി ബസ് എടുക്കാമെന്ന്. ഇപ്പം മുരഹരയുടെ ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടുന്ന ആൾക്കാർ വരെ ഭയങ്കര ഇറസ്പോൺസിബിൾ ആയിട്ടാണ് പെരുമാറുന്നത്. ഞങ്ങളിപ്പോൾ 3 മണിക്കൂറായിട്ട് റോഡിൽ വെയിറ്റ് ചെയ്യാണ്. ബസ് ഇപ്പോൾ പോലീസ് സീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് നോ വെയർ ടു ഗോ. 3-3.5 മണിക്കൂറായിട്ട് ഞങ്ങൾ വഴിയിൽ നിൽക്കുകയായിരുന്നു. അപ്പം എല്ലാവർക്കും കൊച്ചു കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകൾ തന്നെയുള്ളവരുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ 30-ലധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. ബസ് അധികൃതരുമായി യാത്രക്കാർ സംസാരിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി യാത്രക്കാർ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാനായിരുന്നു ബസ് അധികൃതർ പറഞ്ഞത്. കൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരമാണ് തങ്ങൾ ട്രിപ്പ് നടത്തുന്നതെന്നും ബസ് അധികൃതർ യാത്രക്കാരെ അറിയിച്ചു. ചേട്ടാ, അത് ഒരു മിനിറ്റ്. ഈ ആർടിഒക്കാരോട് ഞാൻ സംസാരിക്കേണ്ടത് എന്താണ്? ഞാൻ സംസാരിക്കേണ്ടത് വണ്ടി വിട്ടുതരണേ എന്നാണോ ഞാൻ പറയേണ്ടത്? ഞങ്ങൾ യാത്ര ചെയ്ത് നിങ്ങൾ വഴിയിൽ നിന്ന് പിടിച്ചു ഇത്രയും ആള് ഈ പാതിരാത്രിക്ക് ഞങ്ങൾ എവിടെ പോകുന്നു? സോറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേട്ടനാണ് അതിന്റെ ബാധ്യസ്ഥൻ. കാരണം ഈ വണ്ടിയുടെ ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ എൻഷുർ ചെയ്ത് യാത്ര. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു അല്ല അത് ഞാൻ പറഞ്ഞു തന്നോട്ടെ. കൂടാതെ കോടതി എന്നുള്ള ഓർഡർ കൃത്യമായി അവരുടെ കയ്യിലുണ്ട്. സുപ്രീം കോടതി ഓർഡർ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 3 വണ്ടിക്കാർക്ക് ആ ഓർഡർ കൈ കിട്ടിയിട്ടുള്ളൂ. ആ 3 വണ്ടിയിൽ ഒരു വണ്ടിക്കാർ നമ്മളാണ്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഹുസൂറിൽ നിന്ന് യാത്രക്കാർക്ക് കേരളത്തിലേക്ക് യാത്ര തുടരാൻ ആയിട്ടില്ല. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.